ഫ്രണ്ട്സ് നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെസ്റ്റിൻ്റെ വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഇപ്പം നമ്മൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ചിലപ്പം എക്യുപ്മെൻറ്റ്സുകളൊന്നും തന്നെ കാണത്തില്ല വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ചെസ്റ്റിന് വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ ചെസ്റ്റിന് ചെയ്യുന്ന ദിവസം ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യൂ. സൂപ്പർ വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് യാതൊരു എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇത് ഒരു 3 സെറ്റിൻ്റെ ഒരു 15 റപ്സിൻ്റെ ഒരു 3 സെറ്റ് നിങ്ങൾ ചെയ്യൂ. നല്ല ബെനിഫിറ്റുള്ള വർക്കൗട്ടാണ്. നിങ്ങളുടെ മിഡിൽ ചെസ്റ്റ്, അപ്പർ ചെസ്റ്റ്, ലോവർ ചെസ്റ്റ് കൂടാതെ നിങ്ങളുടെ ട്രൈസെപ്സും അടിപൊളിയായിട്ട് ആക്ടിവേഷൻ ചെയ്യുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കാല് ഇത് കണക്കൊരു കസേരയുടെ മുകളിൽ ഉയർത്തി വെക്കുക. അത് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നട്ടലൊന്നും വളഞ്ഞു പോകാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, ഇത് നല്ല കിടിലൊരു വർക്കൗട്ടാണ്. അപ്പം നമ്മളിതിൻ്റെ ഫസ്റ്റ് സെറ്റ് നിങ്ങൾ ഒരു 15 റപ്സ് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് സെറ്റും തേർഡ് സെറ്റും നിങ്ങൾ ഒരല്പം പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഷോൾഡർ ബാഗ് എടുത്തതിന് ശേഷം ആ ഷോൾഡർ ബാഗിൽ ഒരല്പം വെയിറ്റ്, എന്ന് വെച്ചാൽ 2 വെയിറ്റുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ ഒരു ചുടുകട്ടയോ അങ്ങനെ എന്തെങ്കിലും ഭാരമുള്ള സാധനം ഷോൾഡർ ബാഗിൽ ആഡ് ചെയ്ത് നിങ്ങളുടെ ഷോൾഡറിൽ തൂക്കിയതിന് ശേഷം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ രണ്ടാമത്തെ മൂന്നാമത്തെ സെറ്റ് നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് ഇതാണ്. അപ്പം രണ്ടാമത്തെ വർക്കൗട്ടും അതേ കണക്ക് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സെറ്റ് നിങ്ങളൊരു 15 റപ്സ് നിങ്ങൾ ചെയ്തതിന് ശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെ സെറ്റ് നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരു ഷോൾഡർ ബാഗിൽ വെയിറ്റ് വെച്ചതിന് ശേഷം നിങ്ങൾ ഷോൾഡറിൽ തൂക്കി നിങ്ങളുടെ മുതുകിൽ തൂക്കി നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസീവ് ഓവർലോഡ് കിട്ടുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ബെനിഫിറ്റ് നല്ല രീതിയിൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. അപ്പം രണ്ടാമത്തെ മൂന്നാമത്തെ സെറ്റ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം 15 തൊട്ട് ഒരു 12 വരെ ഓരോ റപ്സ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വെയിറ്റ് എന്തായാലും നിങ്ങൾ ഷോൾഡർ ബാഗിൽ വെയിറ്റ് ഇട്ട് തന്നെ നിങ്ങൾ രണ്ടാമത്തെ മൂന്നാമത്തെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. ഇത് പിരമിഡ് പുഷപ്പാണ്. പിരമിഡ് പുഷപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ താഴെ അല്ല ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു കസേരയുടെ മുകളിൽ കാല് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അത് കൂടുതൽ നമുക്ക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വർക്കൗട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ആദ്യത്തെ സെറ്റാണ്. ഇത് നിങ്ങൾ 15 റപ്സ് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ കണക്ക് തന്നെ അടുത്ത 2 സെറ്റുകളും നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഷോൾഡർ ബാഗ് വീട്ടിൽ കാണും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മേടിക്കുക. അതിനകത്ത് ഇഷ്ടികയൊക്കെ വളരെ വലിയ വെയിറ്റൊന്നുമില്ല. അപ്പോൾ ഇഷ്ടികയൊക്കെ നമുക്ക് ഒരു ഇഷ്ടികയൊക്കെ വെക്കുക. ഒരു ഇഷ്ടിക നിങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ഇഷ്ടികയാക്കുക. അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരേ റപ്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ നാലാമത്തെ വർക്കൗട്ട്. ഇത് വൈഡർ പുഷപ്പാണ്. ഇതും നമ്മുടെ ഫസ്റ്റ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 15 റപ്സ് ചെയ്യുക. അതിനൊക്കെ തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അതല്ല നിങ്ങൾക്ക് ഷോൾഡർ ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർക്കൗട്ട് ചെയ്യാം. പക്ഷേ അതിന് നിങ്ങൾക്ക് വേറൊരാളുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊരു ഷോൾഡർ ബാഗ് നിങ്ങൾ എന്തായാലും മേടിക്കുക. അതിനൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ വെയിറ്റുള്ള പുസ്തകങ്ങൾ കാണും, അതിനൊക്കെ തന്നെ ഇഷ്ടികകൾ കാണും. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, പക്ഷേ നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ അടുത്ത വർക്കൗട്ട് ചെസ്റ്റിൻ്റെ. നമ്മൾ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവുകയാണ്. അപ്പം അടുത്ത വർക്കൗട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല വർക്കൗട്ടുകളിലൊന്നായിട്ടുള്ള നമ്മുടെ ഇതാണ് വർക്കൗട്ട്. ഓക്കെ, അടിപൊളി ഒരു വർക്കൗട്ടാണിത്. അപ്പം ഇത് നമ്മുടെ ചെസ്റ്റിന് നല്ല ഒരു ആക്ടിവേഷൻ തരുന്ന വർക്കൗട്ടാണ്. അതുവഴി ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ ട്രൈസെപ്സിനും നല്ല ബെനിഫിറ്റ് തരുന്ന വർക്കൗട്ടാണ്. നിങ്ങൾ ട്രൈസെപ്സിന് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ചൊരു വർക്കൗട്ടിൻ്റെ ആവശ്യമില്ല. ഈ വർക്കൗട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈസെപ്സും നല്ല കിടിലും ആവുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഹിന്ദു പുഷപ്പ് എന്ന് പറയുന്ന പുഷപ്പിൻ്റെ രീതി. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം സ്ലോലി ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ മാക്സിമം പിടിച്ച് കൺട്രോൾ ചെയ്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് അത്രത്തോളം ബെനിഫിറ്റ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഈ പറയുന്ന ഇതേ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക, വളരെ സാവധാനം കൺട്രോൾ ചെയ്ത്. അപ്പം അവസാനത്തെ നമ്മുടെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡിപ്സാണ്. ഓക്കെ, ചെസ്റ്റ് ഡിപ്സാണ്. ഇത് നമ്മൾ അതിനൊരു കസേരയുടെ മേലോട്ട് കാല് വെക്കുക. അതിനുശേഷം കൈ താണ്ടിങ്ങനെ ഞാൻ കുത്തിയതിന് ശേഷം ഇങ്ങനെ പതുക്കെ തരുക. ഈ വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് 2 ഗുണങ്ങളാണ്. ഒന്ന്, ചെസ്റ്റ്, നിങ്ങളുടെ ലോവർ ചെസ്റ്റ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവും.
രണ്ടാവും നിങ്ങൾ ട്രൈസെപ്സിനും നല്ല ആക്ടിവേഷൻ കിട്ടും. ഓക്കെ, ഇതും നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് രണ്ടാമത്തെ മൂന്നാമത്തെ സെറ്റ് നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം 6 വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിന് യാതൊരു എക്യുപ്മെൻറ്റ്സിൻ്റെയും ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്ത് വീട്ടിൽ വർക്കൗട്ട് ചെയ്ത് ഈ വർക്കൗട്ടുകൾ ചെയ്ത് നിങ്ങൾക്ക് നല്ല അടിപൊളിയാക്കാൻ പറ്റും. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.